നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി 1201 ആണ്ട് മകരമാസം 24-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ശനിയാഴ്ച. ചിത്തിര നക്ഷത്രവും അത്ര കണ്ട് ദോഷത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും പതുക്കെ പോവുള്ളൂ. കാര്യങ്ങളെല്ലാം ഇഴച്ചിലുണ്ടാവും. കാര്യങ്ങൾ മന്ദഗതിയിലേ പോകത്തുള്ളൂ. അത് ശനിയുടെ പ്രത്യേകത. അപ്പോൾ ശനിയെ എത്രത്തോളം നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും നല്ലതാണ്. ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ശനി എന്തായാലും ബുദ്ധിമുട്ടിക്കും എന്ന് കണ്ട് തന്നെ പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പതുക്കെ സഞ്ചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ കാര്യങ്ങളൊന്നും അത്ര സ്പീഡിൽ പോവില്ല. അത് കണ്ടുകൊണ്ട് തന്നെ പോകണം. അതുപോലെ തന്നെ മകരമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇന്ന് ശനിയുടെ ദിവസമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. കാര്യങ്ങൾ മന്ദഗതിയിലേ പോകത്തുള്ളൂ. ഇപ്പോൾ രോഗാതി ദുരിതങ്ങളെ കൊടുക്കും. അതുപോലെ അപകട സാധ്യതകളുണ്ടാവും. ഇതൊക്കെ വരും. ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയെടുക്കണം. നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ ഫലത്തെയാണ്. അതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം. ശനി വ്രതം നോക്കണം. അതേപോലെ ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രം ഒരു വർഷം പ്രൊട്ടക്ഷനായി ധരിച്ചോളണം. അപ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ പുരോഗതിക്ക് ഇടവരുത്തും. അപ്പോൾ അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 9 തൊട്ട് 10:30 മണി വരെ എന്നാണ്. അപ്പോൾ രാഹുകാലം 9 മണിക്കല്ല തുടങ്ങണം. 9:44 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 10:30 തീരില്ല. 11 വരെ രാഹുകാല സമയം. അപ്പോൾ രാഹുകാലം നോക്കി കലണ്ടർ നോക്കി ഇറങ്ങിയാൽ കറക്റ്റ് വിപരീതമായി പോകും. അതുപോലെ ഗുളിക കാല സമയവും യമഘട്ട കാല സമയവും ഒരു കാര്യത്തിനും നല്ലതല്ല. പ്രത്യേകിച്ച് ഈ ശനിയുടെ ബന്ധം നിൽക്കുന്ന ഈ ദിവസം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അപ്പോൾ ഗുളിക കാല സമയം വരുന്നത് 6:50 തൊട്ട് 8:17 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2:06 തൊട്ട് 3:33 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. അതുപോലെ ഇന്ന് ശനിയുടെ ദിവസമാണ്. നമുക്കൊരു കാര്യത്തിനും കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ എടുക്കണം. കാരണം മുഹൂർത്തത്തിൻ്റെ രാജാവാണ് അഭിജിത്ത്. അഭിജിത്ത് മുഹൂർത്തം ഇന്നുണ്ട് 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ അതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും കറുപ്പോ നീലയോ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കറുത്ത തുണിയോ നീല തുണിയോ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.